UKKC എന്ന ഈ മഹാസംഘടനയുടെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ ജോബി ജോസഫ്. വളരെ മിതഭാഷി, വളരെ സൗമ്യനായ വ്യക്തിത്വം. പക്ഷേ സംഘടനയെ മുന്നിലേക്ക് നയിക്കുവാൻ ആ സൗമ്യനായ പാടവം അതൊരു വലിയ നേതൃപാടവം തന്നെയാണ്. അദ്ദേഹം വെൽക്കം സ്പീച്ച് നടത്തുന്നു. താങ്ക് യു അലക്സ് ആൻഡ് താങ്ക് യു രശ്മി. നിങ്ങൾ പറഞ്ഞ നല്ല വാക്കിന് ആദ്യമായി നന്ദി പറയുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ UKKCA പ്രസിഡന്റ് ശ്രീ മാത്തുക്കുട്ടി ആനകുത്തിക്കൽ, UKKCA കൺവെൻഷൻ 2026 മുഖ്യ അതിഥിയും ഉദ്ഘാടകനുമായ ശ്രീ ചാണ്ടി ഉമ്മൻ MLA, നമുക്ക് വേണ്ടി രാവിലെ വളരെ മനോഹരമായ ഒരു വിശുദ്ധ കുർബാനയും അതിലുപരിയായി ചിന്തോദീപകമായ ഒരു വചന സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ഫാദർ സ്റ്റീഫൻ ഒള്ളെഴുത്ത് OFM കൺവെൻസ്, വിശുദ്ധ കുർബാനയുടെ സഹകാർമ്മികനായിരുന്ന റവറൻഡ് ഫാദർ അലക്സ് പനങ്കാല IMS, UKKCAയുടെ 2026 കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തി ചേർന്ന KCC ME ആരാധ്യനായ സെക്രട്ടറി ശ്രീ മനു എബ്രഹാം നടുവത്ര, ഇറ്റാലിയൻ ക്നാനായ കാത്തലിക് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ജോസ് ലൂക്കോസ്, UKKCയുടെ ബഹുമാന്യനായ ട്രഷറർ ശ്രീ ഏബ്രഹാം ഫെലിക്സ്, ജോയിന്റ് സെക്രട്ടറി ശ്രീ അനൂപ് അലക്സ്, ജോയിന്റ് ട്രഷറർ ശ്രീ മോൻസി തോമസ്, നമ്മുടെ സംഘടനയുടെ അഡ്വൈസേഴ്സായി പ്രവർത്തിക്കുന്ന ശ്രീ സിബി തോമസ് കണ്ടത്തിൽ, ശ്രീ സിറിൽ പനങ്കാല, UKKC WFF പ്രസിഡന്റ് ശ്രീമതി നീന മാത്യു, UKKCYL പ്രസിഡന്റ് ശ്രീ ജെറോം മാത്യു, UKKCയുടെ എക്കാലത്തെയും മെഗാ സ്പോൺസറായ ലൈഫ് ലൈൻ പ്രൊട്ടക്റ്റിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ശ്രീ കിഷോർ ബേബി, UKKCA എന്ന വികാരത്തെ നെഞ്ചിലേറ്റി UK-യുടെ അങ്ങ് തൊട്ട് ഇങ്ങ് വരെ, ഇങ്ങേയറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന 57 യൂണിറ്റുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന UKKCയുടെ നാഷണൽ കൗൺസിൽ അംഗങ്ങളെ, UKKCയുടെ UK ആൻഡ് നോർത്തേൺ അയർലൻഡ് യൂണിറ്റുകളിൽ നിന്ന് ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ സ്നേഹം നിറഞ്ഞ കനാനായ സഹോദരി സഹോദരന്മാരെ, 2001 നവംബർ മാസം 10 ലണ്ടനിൽ വെച്ച് ബഹുമാനപ്പെട്ട സിറിയക് മറ്റത്തിലച്ചനും ശ്രീ റിജി മഠത്തിലേറ്റും ലിജോ ജോണും ചേർന്ന് തിരിതെളിച്ച ക്നാനായക്കാരുടെ മാത്രമായ ഈ പ്രസ്ഥാനം, ഈ സംഘടന അല്പസമയത്തിനകം 25 വർഷത്തെ ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ തിരി തെളിക്കപ്പെടുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ക്നാനായ സമുദായ പാരമ്പര്യം നെഞ്ചിലേറ്റി അതിലുടച്ച് വിശ്വസിക്കുന്ന ക്നാനായക്കാർ മാത്രമുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കോർക്കും ഓരോരുത്തർക്കും ഈ സംഘടനയെ പറ്റി ഓർക്കുമ്പോൾ അഭിമാനിക്കാം, ആവേശം കൊള്ളാം.
ഒരു വടവൃക്ഷമായി UK-യിലെ ക്നാനായക്കാരെയെല്ലാം ഒന്നിച്ചു ചേർത്ത് അവർക്ക് താങ്ങും തണലുമായി നിൽക്കുവാൻ ഈ സംഘടനയ്ക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെയധികം ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. ഈ സംഘടന 25ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനുവരി 30 ജൂലൈ 30, 2026 ഔദ്യോഗികമായി ചാർജ് എടുക്കുമ്പോൾ ഈ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗ്യമാകാൻ കഴിഞ്ഞു, ഇതിൻ്റെ ഒരു പാർട്ടാകാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒത്തിരിയേറെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമുക്കറിയാം, ക്നാനായ സമുദായം ഒത്തിരി വെല്ലുവിളികളിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. UK-യിലും നാട്ടിലും എല്ലാം നമ്മളെല്ലാം കേട്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഒരു യാത്ര, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽക്കാരെ രക്ഷിച്ച് ദൈവം കൊണ്ടുപോകുന്ന ഒരു യാത്രയുടെ അനുഭവം നമുക്കെല്ലാം അറിയാം. ഈ യാത്രയിൽ ഇസ്രായേൽക്കാർക്ക് എവിടെയെല്ലാം ബുദ്ധിമുട്ടുണ്ടായോ അവിടെയെല്ലാം മേഘസ്തംഭമായും സൂര്യപ്രകാശമായും ദൈവം അവരെ വഴി നടത്തി. UK-യിലെ ക്നാനായക്കാരെ ഒന്നാകെ ആവരണം ചെയ്തിരിക്കുന്ന, അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന, അവർക്ക് കാവലായി കരുതലായി എന്നും നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് UKKC എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതാണ് ഈ സംഘടനയും. ഈ സംഘടനയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് ഞങ്ങൾ കടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരിയേറെ പ്രതീക്ഷകളോടുകൂടിയാണ് കടന്നു വന്നത്. UK-യിൽ നമ്മുടെ ഇടയിൽ ഉള്ള കൊച്ചു കൊച്ചു അസ്വാരസ്യങ്ങൾ, കൊച്ചു കൊച്ചു സൗന്ദര്യപ്പെടങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് ഈ സംഘടനയെ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമായിരുന്നു ഞങ്ങൾ ഏറ്റെടുത്തത്. എന്നാൽ ആദ്യമേ തന്നെ നമുക്കെതിരായ ഹൈക്കോടതി വിധി ഉണ്ടായതോടുകൂടി കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞു. ഞാൻ അതിലേക്കൊന്നും ഒത്തിരി പോകുന്നില്ല, നമുക്കെല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഈ സംഘടനയെ എന്നും ക്നാനായക്കാരുടേതാക്കി മാത്രം നിലനിർത്തുവാൻ ഉള്ള അക്ഷീണമായ പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ പ്രസംഗത്തിൽ, അദ്ദേഹത്തിൻ്റെ വചനപ്രസംഗത്തിൽ ഒരു കാര്യം പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഉള്ളിടത്താണ് കാര്യങ്ങൾ വിജയിക്കുക എന്ന്. ഈ കഴിഞ്ഞ 2-3 ദിവസമായി ദൈവാനുഗ്രഹത്തിൻ്റെ നേർസാക്ഷ്യങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചറിയുകയായിരുന്നു. UKKC എന്ന ഈ സംഘടനയെ പറ്റി അടുത്ത കാലത്ത് വിമർശനം ഉണ്ടായത് സഭാവിരുദ്ധ സംഘടനയാണ്, വിശ്വാസവിരുദ്ധ സംഘടനയാണ്, ഇങ്ങനെയുള്ള ആളുകൾ ചേർന്ന് പങ്കെടുക്കുന്ന വെറും ഒരു മീറ്റിംഗ് മാത്രമാണിത്, നിങ്ങളാരും ഇതിൽ പങ്കെടുക്കരുത്, ഉടൻ തന്നെ ഇത് അടച്ചുപൂട്ടും എന്നിങ്ങനെയുള്ള കുറേയേറെ ജൽപ്പനങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ വിശ്വാസ സമൂഹത്തെ, ഇവിടെ എത്തിച്ചേർക്കുന്ന ഈ വിശ്വാസ സമൂഹത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അതെല്ലാം നിങ്ങളുടെ മനസ്സിലെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. UKKC എന്ന സംഘടന ഇന്നലെ പെയ്ത മഴയിൽ പൊട്ടിമുളച്ചൊരു സംഘടനയല്ല. 25 വർഷത്തോളം പാരമ്പര്യം നെഞ്ചിലേറ്റി ഓരോ സെൻട്രൽ കമ്മിറ്റി അംഗവും അവൻ്റെ അധ്വാനത്തിൻ്റെ പങ്ക് ഈ സംഘടനയ്ക്കായി കൊടുത്ത് പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. അതിനെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ
ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയുകയാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, 2-3 ദിവസമായി ഞങ്ങൾ അനുഭവിച്ച 2-3 സാക്ഷ്യങ്ങൾ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. ആദ്യമായി തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ചാണ്ടിയുമ്മൻ MLA അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ജപ്പാൻ എംബസിയിൽ സമർപ്പിച്ചിരിക്കുകയായിരുന്നു. പോരുന്ന അന്നാണ് അദ്ദേഹത്തിന് അത് കിട്ടേണ്ടത്. രാവിലെ കിട്ടാഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ അദ്ദേഹം ചെന്നൈക്ക് പറഞ്ഞു വിടുന്നു. പാസ്പോർട്ട് കളക്ട് ചെയ്യുന്നു. അവിടുന്ന് രാവിലെ രാവിലെ പോരുന്ന ഫ്ലൈറ്റിൽ അദ്ദേഹം കയറാൻ നിൽക്കുമ്പോഴാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ആകുന്നത്. മറ്റൊരാളെ വീണ്ടും ഏൽപ്പിച്ച് അതേ ആളെ തന്നെ വേറൊരു ഫ്ലൈറ്റ്, വൈകിട്ടത്തേക്ക് ഒരു ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് അദ്ദേഹം അറേഞ്ച് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് 9:10 അദ്ദേഹത്തിൻ്റെ ടിക്കറ്റ്, അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് കയ്യിൽ കിട്ടുന്നത് 8:43 വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പ്രസൻസ് ആണ് അദ്ദേഹം ഇന്നിവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീഫൻ അച്ഛൻ, ഒരു ആധ്യാത്മിക ഒരു കുർബാന അതൊരു വിശ്വാസിയുടെ അവകാശമാണ്, ഔദാര്യമല്ല. സ്റ്റീഫൻ ചാച്ചൻ ഇന്നലെ ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ എന്നോട് ഷെയർ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനൊരു കാര്യം നടക്കരുത് എന്ന് പലരും ആഗ്രഹിക്കുന്നത് പോലെ ഇവിടെ ഇങ്ങനെയൊരു കുർബാന ഉണ്ടാകരുത്, നടക്കാൻ പാടില്ല എന്നുള്ളൊരാഗ്രഹം. അതും ദൈവത്തിൻ്റെ ഇടപെടലുകൊണ്ട് വളരെ ഭംഗിയായി നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കുർബാനയായി അത് ഇന്ന് ഇവിടെ ഭവിച്ചു. ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ 2 പാലറ്റ് വെള്ളം കോസ്കോയിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡെലിവറി ആയിട്ടില്ല. അത് ചോദിച്ചു എവിടെയാന്ന് അവരെ വിളിച്ച് ചോദിച്ചപ്പം അവർക്ക് പറയുന്നു ഡെലിവറി ഇല്ല. കാലാവസ്ഥയാണെങ്കിൽ നല്ല ചുട്ട് പഴുത്ത് നിൽക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് വെള്ളം തരാതിരുന്നാൽ അതോടുകൂടി ഞങ്ങളുടെ കാര്യം ഏകദേശം തീരുമാനമാകും. അവിടെയും ഒരു ദൈവത്തിൻ്റെ മാലാഖയുടെ പേരുള്ള ഒരു വ്യക്തി പ്രവർത്തിച്ചു. ഒരു മാലാഖയുടെ പേരാണ് ആ വ്യക്തിക്ക്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടി വെറും 1 മണിക്കൂർ കൊണ്ട്, ഒരേ 1 മണിക്കൂർ കൊണ്ട് 3000 ബോട്ടിൽ വെള്ളം ഇവിടെ എത്തിച്ചു. ഇതൊക്കെയല്ലേ ദൈവത്തിൻ്റെ സാക്ഷ്യം? ഈ സംഘടനയോടൊപ്പം ദൈവമുണ്ട്, ദൈവം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമല്ലേ അത്? അതുകൊണ്ട് ഈ സംഘടനയെ നോക്കി വിശ്വാസവിരുദ്ധർ, സഭാവിരുദ്ധർ എന്ന് പറയുന്നവരോട് ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, സ്വയം ഉള്ളിലേക്ക് നോക്കുക. പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെന്ന് പറയുന്നതിലല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്നിലൂടെ നടക്കുന്നു എന്ന് പറയുന്നതിലാണ് കാര്യം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളെ എല്ലാവരെയും മഹത്തായ ഈ സംഗമത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവം UKKCA സെൻട്രൽ കമ്മിറ്റിയുടെ പേരിലും ഓരോ നാഷണൽ കൗൺസിൽ മെമ്പേഴ്സിൻ്റെ പേരിലും സ്നേഹപൂർവം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നേ ദിവസം നമ്മളുടെ ഈ മഹാസമ്മേളനത്തിൻ്റെ പൊതുയോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് UKKCAയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ മാത്തുക്കുട്ടി ആനകുത്തിക്കലാണ്. അദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതലായി നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല. UKKCA എന്ന പ്രസ്ഥാനം സ്ഥാപിതമായത് മുതൽ ഈ പ്രസ്ഥാനത്തോടുകൂടി ചേർന്ന് നിൽക്കുകയും 2012 അതിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ശ്രീ മാത്തുക്കുട്ടി ആനകുത്തിക്കൽ. തൻ്റെ പിൻഗാമികളും മുൻഗാമികളും പലരും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയപ്പോഴും ഈ സംഘടനയോടൊപ്പം ചേർന്ന് നിന്ന് ആ സംഘടനയെ പുതിയൊരു തലത്തിലേക്ക് നയിക്കുവാൻ തയ്യാറായി വന്നു എന്നുള്ളതാണ് മാത്തുക്കുട്ടിയിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ഗുണം. നല്ലൊരു വാഗ്മി, നല്ലൊരു ഓർഗനൈസർ, അങ്ങനെ എല്ലാം കൊണ്ടും UKKCAക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പ്രസിഡന്റിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ശ്രീ മാത്തുക്കുട്ടി ജോൺ ആനകുത്തിക്കലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
അടുത്തതായി നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA ആണ്. അദ്ദേഹത്തെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കെല്ലാം അറിയാം. കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി, യശശരീരനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ. അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മനുഷ്യത്വത്തിൻ്റെ ഒരു നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഫാനാകുന്നത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു പാർട്ടി പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ പോലീസ് എല്ലാം ബാരിക്കേഡ് തീർത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ പ്രതിഷേധക്കാരുടെ നടുവിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആളുകൾ എല്ലാം തടയുന്നുണ്ട്, പോലീസുകാരെ തടയുന്നുണ്ട്, നാട്ടുകാർ തടയുന്നുണ്ട്. അവർ പ്രകോപിതരായി വരുന്നത് അത് ഡേഞ്ചറാന്നുള്ള രീതിയിൽ വാണിംഗ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇല്ല, അവരെ എനിക്കറിയാം, എൻ്റെ നാട്ടുകാരാണ്, അവരെന്നെ ഒന്നും ചെയ്യില്ല, നിങ്ങൾ മാറി വയ്ക്കാൻ പറഞ്ഞ് ഈ പ്രതിഷേധക്കാരുടെ നടുവിലേക്ക് ചെന്ന് ഇറങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ സംഭവിച്ചതെന്നാ, അദ്ദേഹം ചെന്നു, പ്രതിഷേധിക്കാൻ വന്നവരെല്ലാം അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് വർത്തമാനം പറഞ്ഞ് കയ്യും കൊടുത്ത് കുശലം പറഞ്ഞ് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഞാനൊന്ന് ആലോചിക്കുക, നമ്മുടെ അതിരൂപത നേതൃത്വം കണ്ടുപിടിക്കേണ്ട ഒരു വലിയൊരു കാര്യമാണിത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, UK പ്രൊട്ടസ്റ്റ് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് പിന്നിൽ കൂടി വരാതെ മുന്നിലേക്ക് ഇറങ്ങി വന്ന്, മക്കളെ എന്താടാ നിന്റെ പ്രശ്നം, എൻ്റെ കൂടെ നീ അകത്തേക്ക് വാ, അല്ലെ നിന്റെ കൂടെ ഞാൻ പുറത്തേക്ക് വരാം, എവിടെ ഇരുന്നാലും നമുക്കൊന്ന് സംസാരിച്ച് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് തീർത്ത് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയാനുള്ള ഒരു വിവേകം ഈ ചാണ്ടി ഉമ്മൻ സാറിൽ നിന്ന് നമ്മുടെ അതിരൂപത നേതൃത്വം കണ്ടുപിടിക്കേണ്ടതാണ്. ഇനി അവസരങ്ങളുണ്ടാകാം, അപ്പോഴെങ്കിലും അതിന് ശ്രമിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ വിശിഷ്ടാതിഥി അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് റെവറൻഡ് ഫാദർ സ്റ്റീഫൻ ഉള്ളേത്താഴത്ത് OFM കൺവെൻഷനിനെയാണ്. ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അച്ഛൻ ഇറ്റലിയിലെ പീസ എന്ന പ്രദേശത്തുള്ള ഒരു മൊണാസ്ട്രിയിൽ, OFM കൺവെൻഷൻസിൻ്റെ ഒരു മൊണാസ്ട്രിയിലെ ധനകാര്യ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു വൈദികനാണ്. അദ്ദേഹത്തിൻ്റെ വന്ന വഴി കുറച്ചൊക്കെ സംസാരിച്ചു, അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റി. ഞാനാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു വലിയൊരു കാര്യം, ഒരു നല്ല ഹൃദയമുള്ള ഒരു മനുഷ്യൻ, എല്ലാവരെയും മനസ്സിലാക്കാനും എല്ലാവരും ഒത്തുപോകണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം. സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ഉള്ളേത്താഴത്ത് അച്ഛനെ UKKCയുടെ പ്രൗഢഗംഭീരമായ ഈ സദസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഇന്നേ ദിവസം നമുക്കായി വിശുദ്ധ കുർബാനയിൽ സഭ കാർമ്മികത്വം വഹിച്ച ബഹുമാനപ്പെട്ട ഫാദർ അലക്സ് പനങ്കാല, അദ്ദേഹം ഇന്ത്യൻ മിഷണറി സൊസൈറ്റി എന്ന ഒരു ഒരു സഭയിലെ അംഗമാണ്. അദ്ദേഹം നമ്മളുടെ എല്ലാം കഴിഞ്ഞ 2022 തൊട്ട് 25 കാലഘട്ടത്തിൽ UKKCയെ നയിച്ച ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ സിറിൽ പനങ്കാലയുടെ സഹോദരനാണ്. അദ്ദേഹം ഇപ്പം ഉത്തർപ്രദേശിലാണ് സേവനം ചെയ്യുന്നത്. വളരെ
ലാളിത്യവും വളരെ വിനയവുമുള്ള അച്ഛനോട് എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞാൽ പോലും അച്ഛൻ സംസാരിക്കത്തില്ല. ഒരു തികഞ്ഞ സ്വാത്വികനായ ഒരു വൈദികൻ, അതാണ് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ വൈദികനെ കുറിച്ച് നമുക്ക് കൂടുതൽ മതിപ്പ് തോന്നുക. അദ്ദേഹം ഏകദേശം 8 വർഷത്തോളമായി എയ്ഡ്സ് ബാധിതരായിട്ടുള്ള രോഗികളുടെ ഇടയിലാണ് സേവനം ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള വൈദികരിൽ നിന്നും വ്യത്യസ്തനായി, അല്ലെങ്കിൽ ഉടയാത്ത ലോഹയും അതേപോലെയുള്ള സംഭവമായി നടക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അവരിൽ ഒരാളായി മാറി അവരെ കരുതുന്നു. റിയലി പ്രൗഡ് ഓഫ് യു അലക്സ് അച്ഛ. ആൻഡ് ഞങ്ങൾ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ UKKCയുടെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളുടെ ഈ UKKCA കൺവെൻഷനിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന മിസ്റ്റർ മനു എബ്രഹാം നടുവത്ര. അദ്ദേഹം ക്നാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് മിഡിൽ ഈസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ നമ്മുടെ UKKCA വൈസ് പ്രസിഡന്റ് ശ്രീമതി ലീനമോളുടെ സഹോദരനുമാണ്. ഏറ്റവും സ്നേഹത്തോടെ മിസ്റ്റർ മനു എബ്രഹാം നടുവത്രയെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് മിസ്റ്റർ ജോസ് ലൂക്കോസ്, ഇറ്റാലിയൻ ക്നാനായ കാത്തലിക് ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാണ്. ശ്രീ ജോസ് ലൂക്കോസിനെ ഏറ്റവും സ്നേഹത്തോടെ UKKCയുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു UKKCയുടെ ബഹുമാന്യനായ ട്രഷറർ ശ്രീ ഏബ്രഹാം ഫെലിക്സ്. നമുക്കറിയാം, ഏതൊരു സംഘടനയുടെയും അടിസ്ഥാന ഘടകം അതിന് ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാകണമെന്നുള്ളതാണ്. ഇത്രയും വലിയൊരു വെന്യൂ, ഇതിൻ്റെ കണക്കുകളൊക്കെ കേട്ടപ്പോഴത്തേക്കും ഞാൻ തന്നെ ആശ്ചര്യപ്പെട്ടു പോയി. കഴിഞ്ഞകാല സെൻട്രൽ കമ്മിറ്റികളെ ഞാൻ സത്യത്തിൽ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് ചെയ്തത്. അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ഈ ഒരു കൺവെൻഷൻ സെൻറ്ററിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളെല്ലാം UKKCയുടെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമായി നിർവഹിക്കുകയും വളരെ ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന UKKCയുടെ കരുത്തുറ്റ ട്രഷറർ ശ്രീ ഏബ്രഹാം ഫെലിക്സിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി UKKCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ലീനമോൾ ചാക്കോയെയാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ലീനമോളെ പറ്റി ഞാൻ പറയാതെ തന്നെ UK-യിൽ എല്ലാവരിലും വളരെ സുപരിചിതയാണ് ലീനമോള്. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഒരു സെലിബ്രിറ്റിയാണ് ലീനമോള്. ഞങ്ങളും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ലീനമോൾ എല്ലാ ദിവസവും തന്നെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, അല്ലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു വലിയൊരു കാര്യം മനസ്സിലാക്കുന്നത്. ലീനമോൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഈ വലിയ വരുമാനമല്ല, ചെറിയ വരുമാനം, ഇപ്പോൾ അത് വലുതായിട്ടുണ്ടാകാം. ലീനമോൾ അത് വിനിയോഗിക്കുന്നത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന തുക ചാരിറ്റിക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു. അപ്പോൾ വളരെ യങ് ആൻഡ് വൈബ്രൻറ്റ് ആയിട്ടുള്ള ഒരു വൈസ് പ്രസിഡൻ്റാണ് UKKCക്കുള്ളത്. ഞാൻ അപ്പോളജി പറയുന്നു ആദ്യമേ വിട്ടുപോയതിൽ. സ്നേഹപൂർവ്വം ലീനമോളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായി UKKCയുടെ ബഹുമാന്യനായ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ അനൂപ് അലക്സ്. അനൂപിനെ അറിയാവുന്നവർക്കെല്ലാം വളരെ നന്നായിട്ടറിയാം. വളരെ ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ. ചെറുപ്പത്തിൻ്റെ ആവേശവും സമുദായ സ്നേഹത്തോടുള്ള തികഞ്ഞ ജ്ഞാനായ സ്നേഹവും എല്ലാം ഉള്ളിൽ വെച്ച് നടക്കുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വം. ഏറ്റവും സ്നേഹത്തോടെ UKKCയുടെ പ്രൗഢഗംഭീരമായ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ അനൂപ് അലക്സ്. UKKCയുടെ ബഹുമാന്യനായ ജോയിൻറ്റ് ട്രഷറർ മോൻസി ചേട്ടനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ സൗമ്യനും മിതഭാഷിയും എന്നാൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും അണുവിണ കൂടാതെ വളരെ ഭംഗിയായി നിർവഹിക്കുന്ന UKKCയുടെ ഏറ്റവും ശക്തനായ ഒരു സെൻട്രൽ കമ്മിറ്റി അംഗമാണ് മോൻസി ചേട്ടൻ. ഏറ്റവും സ്നേഹത്തോടെ മോൻസി ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. UKKCയുടെ 2023-25 കാലഘട്ടത്തിലെ പ്രസിഡന്റും ഇപ്പോഴത്തെ കമ്മിറ്റിയുടെ അഡ്വൈസറുമായ ശ്രീ സിബി തോമസ് കണ്ടത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലം സിബി ചേട്ടൻ ഞങ്ങളുടെ മുൻഗാമിയായി ഞങ്ങൾക്ക് നേർവഴി നല്ല വഴി കാണിച്ചു തന്നു. നല്ല കൺവെൻഷൻ്റെ കാര്യത്തെ പറ്റിയാണെങ്കിലും ഏത് കാര്യത്തെ പറ്റിയാണെങ്കിലും വ്യക്തമായ ധാരണകളും അതിന് എല്ലാവിധ സഹായങ്ങൾ എപ്പോൾ വിളിച്ചാലും ചെയ്തു തരുന്ന സിബി ചേട്ടൻ നമ്മുടെ UKKCയുടെ ഒരു വലിയൊരു സ്വത്താണ്. ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം സിബി ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. UKKCയുടെ 2022-2025 കാലഘട്ടത്തിലെ ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ കമ്മിറ്റിയുടെ അഡ്വൈസറുമായ ശ്രീ സിറിൽ പനങ്കാല. സിറിലിനെ നമുക്കറിയാം, ആരോ മുമ്പ് എന്നെ പറ്റി പറഞ്ഞ പോലെ വളരെ സൗമ്യനായ ഒരു വ്യക്തിത്വമാണ്. പക്ഷേ ഈ സൗമ്യന്മാർക്കെല്ലാം ചിലപ്പം ഒരു പ്രശ്നമുണ്ട്, ചൂടായ പിന്നെ കിട്ടത്തില്ല. അത് വളരെ ചൂടാകാനും ബുദ്ധിമുട്ടാണ്. സിറിലിനെ സംബന്ധിച്ചും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് ഒരാവശ്യത്തിനും വിളിച്ചാലും എപ്പോഴും അത് ജോലിക്കിടയിലാണെങ്കിൽ പോലും എന്നാ ജോബി എന്നാ വേണ്ടേ എന്ന് ചോദിച്ച് വളരെ സ്നേഹത്തോടെ ഒരു സഹോദര തുല്യമായ സ്നേഹം തന്ന് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന UKKCയെ അഡ്വൈസർ ശ്രീ സിറിൽ പെരുങ്കാലയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കറിയാം UKKCയെ പോലെ തന്നെ നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ് യുണൈറ്റഡ് കിങ്ഡം ക്നാനായ കാത്തലിക് വിമൻസ് ഫോറം. നമ്മളുടെ എല്ലാവരും സഹോദരിമാരും ഹരിമാരും എല്ലാം ഉൾപ്പെടുന്ന പ്രസ്ഥാനം UK-യിലെ ക്നാനായ സമുദായത്തിൻ്റെ ഒരു വലിയൊരു മുതൽക്കൂട്ടാണ് UKKCWF. UKKCWF-നെ നയിക്കുന്ന പ്രസിഡന്റ് ശ്രീമതി നീന മാത്യുവിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, യുവജനങ്ങളാണ് നമ്മുടെ നാളത്തെ UKKCയുടെ ശക്തി കേന്ദ്രങ്ങളാകാൻ പോകുന്നത്. അവരാണ് നാളത്തെ ലീഡർഷിപ്പ് ഏറ്റെടുക്കേണ്ടതും ഈ സംഘടനയെ 50-ാം വർഷത്തിലേക്ക് എത്തിക്കേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്വമുള്ളത്. UKKC വയലിനെ ഇപ്പോൾ നയിക്കുന്നത് വളരെ യങ് ആൻഡ് എനർജറ്റിക് വൈബ്രൻറ്റ് ജെറോം മാത്യു ആണ്. ഏറ്റവും സ്നേഹപൂർവ്വം ജെറാൻ മാത്യുവിനെ UKKCയുടെ പ്രൗഢഗംഭീരമായ സദസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
നമുക്കറിയാം, ഒരു സംഘടനയുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ ഇത്തരം ഒരു വലിയൊരു ഈവൻ്റ് സംഘടിപ്പിക്കുമ്പോൾ അതിന് വളരെയധികം സാമ്പത്തിക സ്രോതസ്സിൻ്റെ ആവശ്യമുണ്ട്. നമുക്കായി ഈ UKKC സ്ഥാപിതമായത് മുതൽ നമ്മളെ എപ്പോഴും സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുന്നത് ലൈഫ് ലൈൻ പ്രൊട്ടക്റ്റ് ആണ്. ലൈഫ് ലൈൻ പ്രൊട്ടക്റ്റിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ കിഷോർ മാത്യു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും സ്നേഹപൂർവ്വം കിഷോറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഇനി ഞാൻ സ്വാഗതം ചെയ്തേണ്ടത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയുമാണ്. UKKC എന്ന ഈ മഹാപ്രസ്ഥാനത്തോടുള്ള സ്നേഹം നെഞ്ചിലേറ്റി ദൂരങ്ങൾ താണ്ടി കാതങ്ങൾ അകലിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ എല്ലാവരെയും UKKCA സെൻട്രൽ കമ്മിറ്റിയുടെ പേരിലും നാഷണൽ കൗൺസിലിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കടമ അവസാനിപ്പിക്കുന്നു. ജയ് കനാനായ, ജയ് UKKCA.